ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഗ്രീൻ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ഇവിടെ എടുക്കാൻ പോകുന്നത് 8ാം ക്ലാസ്സിലത്തെ ഫസ്റ്റ് ചാപ്റ്റർ, ഫിസിക്സിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് എടുക്കുന്നത്. യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ് എന്ന് പറഞ്ഞ ചാപ്റ്റർ. അതായത് നിങ്ങളുടെ ബേസിക് സയൻസ് എന്ന് പറഞ്ഞ ടെക്സ്റ്റിൽ ഇപ്പോൾ 3 തിരിച്ചിട്ടാണ് എടുക്കുക. അതായത് ഒരേ ടെക്സ്റ്റിൽ തന്നെ ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും ഒക്കെ കൂടി ഒന്നിച്ച് ഉള്ളതാണ് നിങ്ങളുടെ ഈ ടെക്സ്റ്റിൽ ഉള്ളത്. അപ്പോൾ ഇതിലെ ആദ്യത്തെ പാഠമാണ് ഫിസിക്സിലെ ആദ്യത്തെ പാഠമാണ്. ഈ ടെക്സ്റ്റിലെ ലാസ്റ്റത്തെ 4 പാഠങ്ങളാണ് ഫിസിക്സ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അതിലത്തെ ഫസ്റ്റ് പാഠം, അതായത് 8ാമത്തെ പാഠമാണ് ഞാനിവിടെ എടുക്കുന്നത്. മെഷർമെന്റ്സ് ആൻഡ് യൂണിറ്റ്സ്. ടെക്സ്റ്റിലെ 8ാമത്തെ പാഠമാണെങ്കിൽ ഇതെന്താണ്, ഇത് ഫിസിക്സിന്റെ ഫസ്റ്റ് ചാപ്റ്റർ. യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ് ആൻഡ് യൂണിറ്റ്സ് പറഞ്ഞ ലെസൺ ഇന്നിവിടെ എടുക്കുന്നത്. അപ്പോൾ ഈ മെഷർമെന്റ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ ഓർമ്മ വരിക? മെഷർമെന്റ് കേൾക്കുമ്പോൾ എന്താ ഓർമ്മ വരിക? അതായത് നിങ്ങൾ കുറേ സാധനങ്ങൾ മെഷർ ചെയ്തിട്ടുണ്ട് അല്ലേ? അതായത് എത്ര കിലോഗ്രാം ഉണ്ട്, നിങ്ങൾ പഞ്ചസാര വാങ്ങാൻ പോയി എത്ര കിലോഗ്രാം ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ലെങ്ത് എത്ര, നിങ്ങളുടെ ഹൈറ്റ് എത്ര, അങ്ങനെയുള്ള ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നോക്കല് ഉണ്ട് അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള ഒരു കാര്യമാണ് ഈ ലെസണിൽ. അപ്പോൾ അതെങ്ങനെയൊക്കെ മെഷർ ചെയ്യാം, എന്തൊക്കെയാണ് അതിനുള്ളതും യൂണിറ്റുകളും ഒക്കെയാണ് എന്ത് ചെയ്യുന്നത് ഈ പാഠത്തിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളൊക്കെ 8ാം ക്ലാസ്സിലെ കുട്ടികളല്ലേ? 8ാം ക്ലാസ്സിലല്ലേ നിങ്ങൾ NCCക്ക് ജോയിൻ ചെയ്യുക. അപ്പോൾ NCCക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞിട്ടില്ലേ, നിങ്ങളുടെ സീനിയേഴ്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ടാവും അല്ലേ, നിങ്ങൾക്ക് ഇത്ര ഹൈറ്റ് വേണം, ഇത്ര കിലോഗ്രാം, ഇത്ര വെയിറ്റ് വേണം, അങ്ങനെയൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, NCCയിൽ ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ നിങ്ങളെ പോലെയുള്ള 8ാം ക്ലാസ്സിലെ കുട്ടികൾ എന്ത് ചെയ്യാണ്, സ്കൂൾ വരാതെ കൂടെ പോകുമ്പോൾ ഒരു നോട്ടീസ് കാണണം. ആ നോട്ടീസിൽ എന്താ എഴുതുന്നതെന്ന് വെച്ചാൽ, സ്റ്റുഡൻസ് ഹു ആർ ഇൻട്രസ്റ്റഡ് ഇൻ ജോയിനിങ് NCC ആൻഡ് ഫുൾഫിൽ ദ ഫോളോയിങ് ഫിസിക്കൽ മെഷർമെന്റ്. ഇത് ഇങ്ങനെ കുറച്ച് റിക്വയർമെന്റ്സ് ഉണ്ട് NCCക്ക് ജോയിൻ ചെയ്യുന്നത്. അങ്ങനെയുള്ളത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ പറഞ്ഞിട്ടുണ്ട്. അതായത് ഹൈറ്റ് 1.50 മീറ്റർ എങ്കിലും വേണം. ഹൈറ്റ് 1.50 മീറ്റർ എങ്കിലും വേണം. ഇത് ഇത്ര സെന്റിമീറ്റർ വേണമെന്നോ അല്ലെങ്കിൽ ഇത്ര മീറ്റർ വേണമെന്നോ നിങ്ങൾക്ക് തരും. അല്ലെങ്കിൽ വെയിറ്റ് ഇതേപോലെ 48 കിലോഗ്രാം എന്നാണ് നിങ്ങളിൽ ഇതിൽ എഴുതുന്നത്. അപ്പം അങ്ങനെ ഓരോ റിക്വയർമെന്റ്സ് ഉണ്ടാവും. അത് ഏകദേശം ഒരു ആവറേജ് എടുത്തിട്ടാണ് അവരത് കാണുക. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ആദ്യം നിങ്ങളുടെ അടുത്ത് പറയുന്നത് ഒരു ക്ലാസ്സിലുള്ള NCCക്ക് താല്പര്യമുള്ള കുട്ടികൾക്ക് ഹൈറ്റ് എത്രയാണെന്നുള്ളത് എഴുതാൻ പറയും. ഇത് ഹൈറ്റ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, ഓരോ ക്ലാസ്സിലെയും കുട്ടികളുടെ പേര് എഴുതും, എന്നിട്ട് ഹൈറ്റ് എഴുതിയിട്ട് കൊടുക്കും. അപ്പോൾ ഹൈറ്റ് നിങ്ങൾ എങ്ങനെ അളക്കും? ഒരു ടേപ്പ് എടുത്തിട്ട് എന്ത് ചെയ്യും, എത്ര സെന്റിമീറ്റർ ഉണ്ട്, എത്ര ആ കുട്ടി ഉണ്ട് എന്നുള്ളത് അളന്ന് നോക്കും അല്ലേ? അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഹൈറ്റ് ഒക്കെ അളക്കുക. അപ്പൊ ഈ ഹൈറ്റ് ഒക്കെ നമ്മൾ ലെങ്ത്തിലാണ് അളക്കുക. എന്താണ്, നീളം, എത്ര നീളം ഉണ്ട് എന്നുള്ളതൊക്കെയാണ് ഈ ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ അതില് നമുക്ക് എന്ത് ചെയ്യാം, ഒരു കുട്ടിയുടെ ഹൈറ്റും വേറൊരു കുട്ടിയുടെ ഹൈറ്റും ഒക്കെ കമ്പയർ ചെയ്തൂടെ. അപ്പൊ നമ്മൾ അവിടെ എന്താ കമ്പയർ ചെയ്യുന്നത്, ലെങ്ത് ആണ് നമ്മൾ എന്ത് ചെയ്യണത്, കമ്പയർ ചെയ്യണം. പിന്നെ ഈ ലെങ്ത്തിന് ബേസിക് ആയിട്ടുള്ള യൂണിറ്റ് ഉണ്ട്. അതായത് ഇപ്പോൾ പണ്ട് കാലങ്ങളിലൊക്കെ ഇത്ര അടി, അങ്ങനെ അത്ര, അല്ലെങ്കിൽ ഇത്ര ഞാൻ, അങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് എന്ത് ചെയ്യുക, ലെങ്ത് അളക്കുക. അപ്പോൾ എന്താണ്, ഇപ്പോൾ ഈ ഒരു പഞ്ചായത്തിൽ നമ്മളിങ്ങനെ, ഈ ഒരു രാജ്യത്ത് ഇങ്ങനെയാണ് അളക്കണമെന്നുണ്ടെങ്കിൽ വേറൊരു സ്ഥലത്ത് നമ്മൾ വേറൊരു തരത്തിലാണ് അളക്കുക. അപ്പം അങ്ങനെ ലെങ്ത് മാറ്റി മാറ്റി അളക്കുമ്പോൾ ഇപ്പോൾ എത്രയെല്ലാം അളന്നുള്ളതെന്നുള്ളത് നമുക്കറിയില്ലല്ലോ. അതായത് ഒരു എന്ത് ചെയ്യണം, നിങ്ങളുടെ അടുത്ത് പറയുകയാണ്, ഞാൻ പറഞ്ഞു 5 എന്ന് മാത്രം പറഞ്ഞു. ഇതെന്താണെന്നൊന്നും പറഞ്ഞില്ല. 5 അടിയാണോ, 5 സെന്റിമീറ്റർ ആണോ, 5 മീറ്റർ ആണോ എന്നോ ഒന്നും പറഞ്ഞില്ല. അല്ലെങ്കിൽ 5 മുഴാണോ. ഇപ്പോൾ മുല്ലപ്പൂവൊക്കെ വാങ്ങുകയാണെങ്കിൽ നമ്മളെങ്ങനെ വാങ്ങുക, ഇത്ര ഇങ്ങനെ ഓരോന്നും എടുത്തിട്ട് എന്ത് ചെയ്യും, ഇത്ര മുഴാണ് എന്ന് പറയില്ലേ, മുഴം, ഇത്ര മുഴമാണ് എന്ന് പറയും. അപ്പോൾ ഇത് അങ്ങനെ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു കാര്യമല്ല ഇങ്ങനെ മാറി മാറി പറയുന്നത്. അതുകൊണ്ട് നമ്മളിവിടെ എന്ത് ചെയ്യും, കൃത്യമായിട്ട് എല്ലാ സ്ഥലത്തും ഒരേപോലെ അളക്കാനുള്ള ഒരു ബേസിക് ആയിട്ട് എല്ലാ ഭാഗത്തും എന്ത് ചെയ്യണം, ബേസിക് ആയ കാര്യങ്ങൾ പറയണം. അപ്പൊ അങ്ങനെ എല്ലാ സ്ഥലത്തും എന്തല്ല ഒരേപോലെ, അല്ലെങ്കിൽ നമുക്കത് അവരെന്താ പറയുന്നത് എന്നുള്ളത് മനസ്സിലാവില്ല. അതുകൊണ്ട് നമ്മൾ എല്ലാ സ്ഥലത്തും ബേസിക് ആയിട്ട് ലെങ്ത്തിന് നമ്മൾ എന്ത് ചെയ്യണം, ഒരു കൃത്യമായിട്ടൊരു അളവ് കൊടുക്കണം. അതാണ് മീറ്റർ എന്നാണ് നമ്മൾ കൊടുക്കുക. എന്താണ്, മീറ്റർ, ദ ബേസിക് യൂണിറ്റ് ഓഫ് ലെങ്ത്. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ ആദ്യത്തെ ടോപ്പിക്ക് പഠിക്കാനുള്ളത് ലെങ്ത് ആണ്. ആദ്യത്തെ യൂണിറ്റ് പഠിക്കാനുള്ളത് ലെങ്ത് ആണ്. ലെങ്ത്തിന്റെ കാര്യത്തിൽ പറയണമെന്നുണ്ടെങ്കിൽ ആദ്യത്തെ പോയിന്റ് എന്താണ്,
the basic unit of ലെങ്തിനെ നമ്മൾ പഠിക്കുന്നത് ബേസിക് ആയ യൂണിറ്റ്. ബേസിക് എന്ന് പറഞ്ഞാൽ എന്താ, അടിത്തറ എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ നമ്മൾ സാധാരണയായിട്ട് എല്ലാവരും യൂസ് ചെയ്യാതെ ആർക്കും ഒരു കുഴപ്പവും വല്ലാതെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന ലെങ്ത്, ഇത് ഫുള്ളായിട്ട് ഏത് ആൾക്കാരും ആയിക്കോട്ടെ അവിടെ നമ്മൾ എടുക്കണമെന്ന് എന്ത് ലെങ്ത്. അപ്പോൾ ബേസിക് യൂണിറ്റ് ഓഫ് ലെങ്ത് ഈസ് മീറ്റർ. മീറ്ററിന്റെ ശരി എന്താ, METRE ആണ് കേട്ടോ, ഇതാണ് മീറ്റർ. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ഫിൽ ദ ബ്ലാങ്ക്സ് അയച്ചോക്കെ എന്താണ്, ബേസിക് യൂണിറ്റ് ഓഫ് ലെങ്ത് ഈസ് ഡാഷ്. അപ്പൊ എന്താ എഴുതുക, മീറ്റർ ആണ് എന്ത് ബേസിക് യൂണിറ്റ് ഓഫ് ലെങ്ത്. ഇതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യാൻ, ഈ മീറ്റർ എന്ന് പറഞ്ഞതിനെ നമ്മൾ എങ്ങനെ ഡിനോട്ട് ചെയ്യാന്ന് വെച്ചാൽ സ്മോൾ ലെറ്റർ M എന്നാണ് എഴുതുക. അപ്പൊ നിങ്ങളുടെ അടുത്ത് ലെങ്ത് എത്രയാണെന്ന് പറയാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ എന്ത് പറയണം, ഇപ്പൊ 1 ആണെന്ന് വിചാരിക്കുക. അപ്പൊ നിങ്ങൾ എന്ത് പറയണം, 1 മീറ്റർ എന്ന് പറയും. 1 മീറ്റർ എന്ന് പറയും. അപ്പോൾ ഇനി 2 ആണെങ്കിലോ 2 മീറ്റർ എന്ന് പറയും. അങ്ങനെ മീറ്ററിലാണ് നമ്മൾ എന്ത് പറയുക, ലെങ്തിനെ പറയുന്നത്. അത് സെന്റിമീറ്ററിലോ എങ്ങനെയാച്ചാൽ യൂസ് ചെയ്യുക. അപ്പൊ കൂടുതലായിട്ട് ബേസിക് യൂണിറ്റ് എന്താണ്, ലെങ്ത്തിന്റെ ബേസിക് യൂണിറ്റ് ആണ് എന്ത് മീറ്റർ എന്ന് പറയുന്നത്. പിന്നെ ലെങ്ത് നമ്മൾ സെന്റിമീറ്ററിലും മില്ലിമീറ്ററിലും ഒക്കെ പറയും. അത് ഇനി വഴിയെ പറഞ്ഞുതരാം. അതായത് സ്കെയിൽ എല്ലാവരും കണ്ടിട്ടില്ലേ, എല്ലാവരും സ്കെയിൽ യൂസ് ചെയ്യുന്നില്ലേ, ഇല്ലേ? ആരെയും സ്കെയിൽ യൂസ് ചെയ്യാത്തുണ്ടോ, ഇല്ല അല്ലേ? നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടുള്ള വര വരയ്ക്കാനോ എന്തെങ്കിലും ഒക്കെ ആയിട്ട് എന്ത് ചെയ്യും, സ്കെയില് എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ സ്കെയിൽ ഇത് എഴുതിയെടുത്തില്ലേ, ബേസിക് യൂണിറ്റ് ഓഫ് ലെങ്ത് ഈസ് മീറ്റർ. അപ്പൊ ഈ സ്കെയിൽ എങ്ങനെ ഉണ്ടാവുക കാണാൻ, സ്കെയിൽ എങ്ങനെ കാണാൻ ഉണ്ടാവുക, എങ്ങനെ ഉണ്ടാവുക, നീളത്തിലൊരു വടി അല്ലേ, നീളത്തില് ഒരു വടിയാണ് എന്ത് സ്കെയിൽ. അപ്പൊ ഇതിൽ എന്താണ് നമുക്ക് അളക്കാൻ പറ്റുക, ലെങ്ത് തന്നെയല്ലേ, നീളം തന്നെയല്ലേ അളക്കാൻ പറ്റുക. ഇതിൽ എന്തുണ്ടാവും, കുറേ ചെറിയ വരകളുണ്ട്, കുറേ വലിയ വരകളുണ്ട്. അപ്പോൾ ഒരു മീറ്റർ സ്കെയിൽ എന്ന് പറഞ്ഞാൽ ഒരു മീറ്റർ സ്കെയിലിൽ 100 സെന്റിമീറ്റർ ഉണ്ടാവും. ഒരു മീറ്റർ സ്കെയിലിൽ 100 സെന്റിമീറ്റർ. അപ്പൊ ഒരു മീറ്ററിനെ 100 ആയിട്ട് ഡിവൈഡ് ചെയ്താലാണ് എന്ത് ഒരു സെന്റിമീറ്റർ. ഒരു മീറ്റർ സ്കെയിലിൽ ഒരു മീറ്റർ സ്കെയിലിനെ 100 ആയി ഡിവൈഡ് ചെയ്താൽ അതാണ് എന്ത് ഒരു സെന്റിമീറ്റർ. അപ്പൊ നിങ്ങളുടെ സ്കെയിൽ എങ്ങനെ ഉണ്ടാവുക, ആദ്യം ഇവിടെ എന്തുണ്ടാവും, ഒരു വലിയ വര ഉണ്ടാവും, ഒരു വലിയ വര ഉണ്ടാവും, പിന്നെ കുറേ ചെറിയ വരകളുണ്ടാവും, പിന്നെ വലിയ വര ഉണ്ടാവും. ചെറിയ വരിയും വലിയ വരിയൊക്കെ കൂടിയിട്ട് ഉള്ളതാണ് എന്ത് നിങ്ങളുടെ സ്കെയിൽ. അപ്പൊ ഇതിലുള്ള വലിയ വരകളാണ് എന്ത് സെന്റിമീറ്റർ. വലിയ വരകളാണ് നമ്മുടെ സെന്റിമീറ്റർ. അപ്പോൾ ഈ വലിയ വരയാണ് 1 എന്നുണ്ടെങ്കിൽ അടുത്ത വലിയ വര എന്ത് 2, അടുത്തത് 3, അടുത്തത് 4. ഇതൊക്കെ എന്താണ്, 1 സെന്റിമീറ്റർ ആണിത്, 1 സെന്റിമീറ്റർ. പിന്നെ 2 സെന്റിമീറ്റർ, 3 സെന്റിമീറ്റർ. അങ്ങനെ ഈ സ്കെയിലിൽ ഫുള്ളായിട്ട് എന്താണ് 100 സെന്റിമീറ്റർ വരെ. ഒരു മീറ്റർ സ്കെയിലാണെങ്കിൽ ലാസ്റ്റ് 100 സെന്റിമീറ്റർ വരെ ഉണ്ടാവും. അതിനാണ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഷർട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും തുണിയൊക്കെ എടുക്കാൻ മുമ്പ് പറയും, എന്ത് പറയും, 1 മീറ്റർ വേണമെന്ന് പറഞ്ഞാൽ അവർ എന്താ ചെയ്യും, ഒരു വലിയ സ്കെയിൽ എടുത്തിട്ട് അതിനനുസരിച്ച് അളന്നിട്ട് മുറിച്ച് തരും അല്ലേ. 2 മീറ്റർ ആണെങ്കിൽ എന്ത് ചെയ്യും, അപ്പൊ ആ സ്കെയിലിനെ ഒരു തവണയും കൂടി വെച്ച് 2 മീറ്റർ ആക്കിയിട്ട് മുറിച്ച് തരും. അപ്പൊ അതേപോലെ 1 മീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്, 100 സെന്റിമീറ്റർ ആണ് എന്ത് 1 മീറ്റർ. അങ്ങനെയാണെങ്കിൽ അതേപോലെ ഇതിലുള്ള 1 സെന്റിമീറ്റർ, ഇത് 2 വലിയ വരയുടെ ഇടയിലുള്ളതാണ് എന്ത് 1 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 2 നീളമുള്ള വരകളുടെ ഇടയിലുള്ളതാണ് എന്ത് 1 സെന്റിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതേപോലെ ഈ 1 സെന്റിമീറ്ററിനെ 10 എണ്ണമായിട്ട് ഡിവൈഡ് ചെയ്തു. അതായത് ഈ ചെറിയ വരകൾ എന്താണ് 10 എണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ആ 2 ചെറിയ വരകളുടെ ഇടയിലുള്ള ലെങ്ത് ആണ് എന്ത് 1 മില്ലിമീറ്റർ. 1 മില്ലിമീറ്റർ മനസ്സിലായോ? അതായത് ഒരു മീറ്റർ സ്കെയിലില് എന്താണ് 2 വലിയ വരകളുടെ ഇടയിലുള്ള നീളമാണ് 1 സെന്റിമീറ്റർ. 2 ലോങ് ലൈൻസ് തമ്മിലുള്ള നീളമാണ് എന്ത് 1 സെന്റിമീറ്റർ. പിന്നെ അതിലുള്ള ചെറിയ വരകളുടെ ഇടയിൽ, അതായത് 2 ചെറിയ വരകളുടെ ഇടയിലുള്ള നീളമാണ് എന്ത് 1 മില്ലിമീറ്റർ. അപ്പൊ നമുക്ക് ഇവിടെ എന്താ എഴുതാം,
ഇവിടെ നമുക്ക് എന്ത് റിലേഷൻ കിട്ടി? എന്താ റിലേഷനാണ് കിട്ടി? 1 meter equal to 100 centimeter. 1 meter equal to 100 centimeter. ഇത് നിങ്ങൾ പഠിക്കേണ്ട ഒരു കാര്യമാണ്. 1 meter എത്രയാണ്? 100 centimeter ആണ്. 1 centimeter equal to 10 millimeter. ഒരു സെന്റിമീറ്റർ എന്ന് പറയുന്നത് 10 millimeter ആണ്. കാരണം ഈ രണ്ട് ചെറിയ വരകൾ കുറേ എണ്ണം കൂടിയിട്ട് 1 millimeter അങ്ങനെ കൂട്ടിയിട്ട് 10 ലൈൻസ് ഉണ്ട്. ആ രണ്ട് വലിയ വരകളുടെ നിങ്ങൾ എല്ലാവരും സ്കെയിൽ എടുത്തിട്ട് അത് നോക്കണം കേട്ടോ. ഈ ക്ലാസ് കേട്ടോണ്ടിരിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ എന്ത് ചെയ്യുക? ആ സ്കെയിൽ എടുത്തിട്ട് വലിയ വരകൾ നോക്കുക, ചെറിയ വരകൾ നോക്കുക. ഈ രണ്ട് വലിയ വരകളുടെ ഇടയിൽ എത്ര കുഞ്ഞു വരകൾ ഉണ്ടെന്നുള്ളതും നോക്കുക. ഓക്കെ, മനസ്സിലായോ മക്കളെ? അപ്പോൾ എന്താണ്? ചെറിയ വരകളാണ് എന്ത്? മില്ലിമീറ്ററിനെ സൂചിപ്പിക്കുന്നത്. മറ്റേ വലിയ വരകളാണ് എന്ത്? സെന്റിമീറ്ററിനെ സൂചിപ്പിക്കുന്നത്. ഇനി എന്താണ്? ഇനി അടുത്തത് നിങ്ങൾക്കൊരു ലൈൻ തന്നിട്ടുണ്ട്. PQRS പറഞ്ഞിട്ടുള്ളൊരു ലൈൻ തന്നിട്ടുണ്ട്. ഒരു P-ന്ന് Qക്ക് 6 millimeter ആണ്, P-ന്ന് Rക്ക് 16 millimeter ആണ്, PS-ന്ന് P to S 5 centimeter ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളടുത്ത് ഞാൻ ചോദിക്കുകയാണ്, അതായത് ഒരു ലൈൻ തന്നു, ആ ലൈനില് P ഉണ്ട്, Q ഉണ്ട്, R ഉണ്ട്, ലാസ്റ്റ് S ഉണ്ട്. എന്തൊക്കെയുണ്ട്? PQRS എന്ന് പറഞ്ഞിട്ട് ഞാൻ അതിനെ ഓരോ പോയിന്റിനെ ഡിനോട്ട് ചെയ്തു. അപ്പൊ ഇതില് ഞാൻ പറയാണ് P-ന്ന് Qക്കുള്ള നീളം എന്ന് പറയുന്നത് 6 millimeter ആണെന്ന് തന്നു. P-ന്ന് Qക്കുള്ള നീളം എത്രയാണ്? 6 millimeter ആണെന്ന് തന്നു. പിന്നെ പറയാണ് P-ന്ന് Rക്കുള്ള നീളം എന്ന് പറയുന്നത് 16 millimeter ആണെന്ന് തന്നു. P-ന്ന് Rക്ക് 16 millimeter. P-ന്ന് S-ക്കുള്ളത് 5 centimeter ആണെന്ന് പറഞ്ഞു. 5 centimeter. അപ്പൊ ഇതില് P to Q ആണോ, Q to R ആണോ, P to S ആണോ ചെറുത്? ഏതാ ചെറുത്? സെന്റിമീറ്റർ ആണോ മില്ലിമീറ്റർ ആണോ ചെറുത്? മില്ലിമീറ്റർ ആണ് ചെറുത് അല്ലേ? ഇത് ഒരു മീറ്ററിനെ 100 ഡിവൈഡ് ചെയ്താൽ 1 സെന്റിമീറ്റർ കിട്ടും. ഒരു സെന്റിമീറ്ററിനെ 10 എണ്ണായി ഡിവൈഡ് ചെയ്താലാണ് എന്ത് കിട്ടുക? മില്ലിമീറ്റർ. അപ്പൊ ഏറ്റവും ചെറിയത് ഏതാ? മില്ലിമീറ്റർ ആണ്. മില്ലിമീറ്റർ ആണ് ഏറ്റവും ചെറുത്. അപ്പൊ യൂണിറ്റ് നോക്കുമ്പോ മില്ലിമീറ്റർ ആണ് ചെറുത് അല്ലേ? ഇത് P-യും Q-വും PR ആണ് എന്ത്? ഇത് മൂന്നെണ്ണത്തിൽ നോക്കുമ്പോൾ യൂണിറ്റ് നോക്കുമ്പോൾ ചെറുത് അല്ലേ? സെന്റിമീറ്റർ വലുതാണ്. ഇനി പിന്നെ നോക്കേണ്ട എന്താണ്? വാല്യൂ നോക്കുക. ഇതിന്റെ കൂടെ ഉള്ള ഈ വാല്യൂ നോക്കുക. 16 ആണോ 6 ആണോ ചെറുത്? ഏതാ ചെറുത്? 16 ആണോ 6 ആണോ ചെറുത്? 16 ആണോ? അല്ല, ഏതാണ്? 6 ആണ് ചെറുത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഏറ്റവും ചെറിയ വാല്യൂ ഏതാ? PQ ആണോ PR ആണോ PS ആണോ? PQ. ഏതാണ്? PQ ആണ് എന്ത്? ഇവിടെ ചെറിയ വാല്യൂ. അപ്പൊ വലിയ വാല്യൂ ഏതാ? ഇനിയിപ്പോ ഇവിടെ ഒരു TS കഴിഞ്ഞ് T കൂടി തന്നിട്ട് വിചാരിക്കുക. എന്നിട്ട് P to T എന്ന് പറയുന്നത് 2 meter എന്നും തരും. അങ്ങനെയാണെങ്കിൽ ഇതിൽ ഏറ്റവും വലിയ വാല്യൂ ഏതാ? ചെറിയ വാല്യൂ മാറുമോ? ഇല്ല, മാറില്ല. ഏറ്റവും വലിയ വാല്യൂ ഏതാ? 2 meter ആണ് അല്ലേ? മീറ്റർ അല്ലേ? സെന്റിമീറ്റർ ആണോ മില്ലിമീറ്റർ ആണോ മീറ്റർ ആണോ വലുത്? മീറ്റർ ആണ് വലുത്. അപ്പോൾ ഇവിടെ PT ആണ് എന്ത്? വലുത്. മനസ്സിലായോ? ഇനി അപ്പൊ ഇവിടെ നിന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാനുള്ളത്, ഇവിടെ നമുക്ക് എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ലീസ്റ്റ് കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ലീസ്റ്റ് കൗണ്ട് സ്പെല്ലിംഗ് ഞാൻ എഴുതാം. ലീസ്റ്റ് കൗണ്ട് എന്താണ്? ലീസ്റ്റ് കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ദ സ്മോളസ്റ്റ് ലെങ്ത്, നമ്മുടെ ഡെഫിനിഷൻ എഴുതാം. ദി സ്മോളസ്റ്റ് ലെങ്ത് എന്താണ്? ഏറ്റവും ചെറിയ ലെങ്ത്. എന്തിന്? ദാറ്റ് ക്യാൻ the smallest length that can be accurately എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് accurately
accurately measured using a meter scale. അപ്പോൾ അതിനെയാണ് ലീസ്റ്റ് കൗണ്ട് പറയുന്നത്. ലീസ്റ്റ് കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ സ്മോളസ്റ്റ് ലെങ്ത് ദാറ്റ് ക്യാൻ ബി അക്യുറേറ്റ്ലി മെഷേർഡ് യൂസിങ് എ മീറ്റർ സ്കെയിൽ. അതായത് ഒരു മീറ്റർ സ്കെയിൽ ഉപയോഗിച്ച് കൃത്യമായിട്ട് അക്യുറേറ്റ് ആയിട്ട് എന്ത് ചെയ്യാണ്, എത്രത്തോളം സ്മോൾ ലെങ്തിനെ നമുക്ക് അതിനെ അളക്കാൻ പറ്റും എന്നുള്ളതാണ് ലീസ്റ്റ് കൗണ്ട് പറയുന്നത്. എന്താണ്, ഒരു സ്കെയിൽ, ഒരു മീറ്റർ സ്കെയിലിൽ എത്രത്തോളം ചെറിയ വാല്യൂ നമുക്ക് അതിൽ അക്യുറേറ്റ് ആയിട്ട് കൃത്യമായിട്ട് അളക്കാൻ പറ്റും എന്നുള്ളതാണ് അതിൻ്റെ ലീസ്റ്റ് കൗണ്ട്. അപ്പോൾ ലീസ്റ്റ് കൗണ്ട് ഈസ് ദ സ്മോളസ്റ്റ് ലെങ്ത് ദാറ്റ് ക്യാൻ ബി അക്യുറേറ്റ്ലി മെഷേർഡ് യൂസിങ് എ മീറ്റർ സ്കെയിൽ. അപ്പോൾ ലീസ്റ്റ് ഡിഫൈൻ ലീസ്റ്റ് കൗണ്ടിനൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചിലപ്പോൾ ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് എന്തൊക്കെ ക്വസ്റ്റ്യൻ വരാം, ലെങ്ത്തിന്റെ ബേസിക് യൂണിറ്റ് എന്താണെന്ന് ചോദിക്കാം, പിന്നെ എന്ത് ചോദിക്കാം, അതിന്റെ സിമ്പിൾ എന്താണെന്ന് ചോദിക്കാം, മീറ്റർ, അപ്പോൾ എം ആണ് എന്നുള്ളത് എഴുതാം. പിന്നെ എന്ത് ചെയ്യാം, ലീസ്റ്റ് കൗണ്ട് എന്താണെന്ന് ചോദിക്കാം. പിന്നെ എന്തൊക്കെ ചോദിക്കാം, 1 സെന്റിമീറ്റർ ഈക്വൽ ടു 10 മില്ലിമീറ്റർ ആണ്. പിന്നെ 1 മീറ്റർ ഈക്വൽ ടു 100 സെന്റിമീറ്റർ. അപ്പൊ ഇങ്ങനെയുള്ള ഇത്രയും കാര്യങ്ങളാണ് ഇപ്പൊ നമ്മൾ പഠിച്ച ടോപ്പിക്കിൽ ഓർത്തു വെക്കാനുള്ള കാര്യങ്ങൾ. ഇനി എന്ത് ചെയ്യണം, തിക്നെസ് ഓഫ് എ പേപ്പർ അളക്കാം. ഇപ്പോൾ ഒരു ചെറിയൊരു പേപ്പർ എടുത്തു, ഒരു പേപ്പർ എടുത്ത് അതിന്റെ തിക്നെസ് അളക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ ചെറിയ വാല്യൂ ആണ് അല്ലേ, നമുക്ക് അളക്കാൻ പറ്റും. ഇനി ഞാൻ എന്ത് ചെയ്യാണ്, ഈ ഒരു പേപ്പറിന് മുകളിൽ ബണ്ടിലായിട്ട് കുറേ പേപ്പർ ഞാൻ കൂട്ടി വെച്ചു. അങ്ങനെ കൂട്ടി വെക്കുകയാണെങ്കിൽ അപ്പൊ അവിടെ തിക്നെസ് ഉണ്ടാവും ഇല്ലേ? അപ്പൊ അവിടെ എന്തുണ്ട്, പേപ്പറിന് തിക്നെസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ബൈ ഡിവൈഡിങ് ദ ഹൈറ്റ് ബൈ ദ നമ്പർ ഓഫ് ഷീറ്റ്സ്, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഷീറ്റിനെ കിട്ടും. അങ്ങനെ ഒരു ഷീറ്റ് ഓഫ് പേപ്പർ മാത്രം ഞാൻ അവിടെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് അതിന്റെ തിക്നെസ് എന്ത് ചെയ്യാൻ പറ്റില്ല, അളക്കാൻ പറ്റില്ല. വളരെ ചെറിയ ഒരു പേപ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്, ആകെ ഇത്ര ഉണ്ടാവും. ഇതിന്റെ ലെങ്ത് ഇപ്പൊ ഞാൻ ഇങ്ങനെ അളക്കും, അത് പോസിബിൾ അല്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യാണ്, കുറേ പേപ്പേഴ്സ്, ഒരു 10-14 പേപ്പേഴ്സ് എന്ത് ചെയ്യണം, ഇതിന്റെ മുകളിലായിട്ട് ഇങ്ങനെ അടുപ്പിച്ച് വെച്ചു. അപ്പൊ എന്ത് ചെയ്യാം, എനിക്കറിയാം എന്ത്, എത്ര പേപ്പർ ഞാൻ വെച്ചു എന്നുള്ളത് എനിക്കറിയണം, എത്ര പേപ്പർ വെച്ചു എന്നുള്ളത് എനിക്കറിയണം. അങ്ങനെയാണെങ്കിൽ ആ മൊത്തം പേപ്പറിന്റെ എന്താണ് ലെങ്ത് ഞാൻ അളക്കണം, മൊത്തം പേപ്പറിന്റെ ലെങ്ത് ഞാൻ അളക്കും. അപ്പോൾ ഇവിടെ ഞാനൊരു 10 പേപ്പർ വെച്ച് വിചാരിക്കുക. 10 പേപ്പർ വെച്ചിട്ട് ഞാൻ ഇതിനെ അളന്നു. അപ്പൊ എനിക്ക് 10 മില്ലിമീറ്റർ കിട്ടിയെന്ന് വിചാരിക്കുക. അതായത് ഞാൻ എന്ത് ചെയ്യുക, ഇവിടെ തൊട്ട് ഇവിടെ വരെയുള്ള ലെങ്ത് എത്രയാണ് അളന്നു, ഒരു സ്കെയിൽ വെച്ച് അളന്നു. അതായത് ഒരു ബുക്ക് ഇപ്പോൾ അടുക്കി വെക്കുകയാണെങ്കിൽ ആ ബുക്കിനെ നമുക്ക് ഇങ്ങനെ അളന്ന് നോക്കാം അല്ലേ, ഒരു ടേബിളിന് മുകളിൽ ബുക്ക് വെക്കുക. അതേപോലെ ഞാൻ എന്ത് ചെയ്യാണ്, ഈ പേപ്പറിന്റെ ആ ലെങ്ത് അളന്ന് നോക്കിയപ്പോൾ 10 മില്ലിമീറ്റർ കിട്ടി. 10 പേപ്പറും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു പേപ്പറിന്റെ എത്രയാണ്, ഇപ്പൊ നിങ്ങളുടെ പറയുകയാണെങ്കിൽ 5 കുട്ടികളുണ്ട് ഒരു ക്ലാസ്സിൽ. 5 കുട്ടികൾ ഒരു ക്ലാസ്സിലുണ്ട്. ഞാൻ എന്ത് ചെയ്തു, 5 മിഠായി കൊണ്ടുവന്നു. അപ്പോൾ ഓരോ കുട്ടിക്ക് 1 വീതമല്ലേ ഞാൻ കൊടുക്കുക അല്ലെ? അതെങ്ങനെ കിട്ടുക, 5/5. അപ്പൊ എന്ത് കിട്ടി, 1 കിട്ടിയില്ലേ? അപ്പൊ അതേപോലെ ഇവിടെ എന്തുണ്ട്, 10 പേപ്പറുണ്ട്, 10 തന്നെയാണ് അതിന്റെ ലെങ്ത്തും. അങ്ങനെയാണെങ്കിൽ 10/10 എത്ര? അപ്പൊ നമുക്ക് എന്ത് കിട്ടും, ഒരു പേപ്പറിന്റെ തിക്നെസ് കിട്ടും. ഒരു പേപ്പറിന്റെ തിക്നെസ് ആണ് എന്ത് ചെയ്തു, എത്ര എണ്ണം ഡിവൈഡഡ് ബൈ എത്ര പേപ്പർ ഉണ്ട് ഡിവൈഡഡ് ബൈ എത്രയാണ് അതിന്റെ ലെങ്ത് എന്നുള്ളത് നോക്കി. അപ്പൊ എനിക്ക് എന്ത് കിട്ടി, 10/10 1 മില്ലിമീറ്റർ ആണ് ഒരു പേപ്പറിന്റെ തിക്നെസ് എന്ന് കിട്ടി. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങനെ ചെറിയ സാധനങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, കുറെ കൂടുതൽ വെച്ച് എത്ര എണ്ണാന്ന് നോക്കിയിട്ട് ഈ ഡിവൈഡ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, അപ്പോഴുള്ള ലെങ്ത് കാണും. ഇനി ലെങ്ത് ഓഫ് എ കർവ്ഡ് ലൈൻ നിങ്ങൾക്ക് പറയുകയാണെങ്കിൽ ഒരു കർവ്ഡ് ആയിട്ടുള്ള ഒരു ലൈനിന്റെ ലെങ്ത് കാണാൻ പറയും. ഇപ്പൊ നമ്മളൊക്കെ എന്താ പറഞ്ഞേ, സ്ട്രെയിറ്റ് ലൈനിന്റെ ലെങ്ത് ആണ് പറഞ്ഞത്. എന്താ പറഞ്ഞേ, സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു ലൈനിന്റെ ലെങ്ത് ആണ് പറയുന്നത്. ഈ കർവ്ഡ് ലൈൻ എങ്ങനെയാണ് അതിന്റെ ലെങ്ത് നോക്കാന്നുള്ളത് എന്താ പറയുക, അടുത്തൊരു ചെറിയൊരു ബ്രേക്കിന് ശേഷം പറയാം. ഓക്കെ, അപ്പോൾ ഒരു 5 മിനിറ്റ് ബ്രേക്ക് കേട്ടോ.